നമ്മൾ കണ്ടു ഓരോ മസിൽ ഫൈബറും ഉണ്ടാക്കിയിരിക്കുന്നത് മയോ ഫിലമെൻറ്റ്സ് അല്ലെങ്കിൽ മയോ ഫൈബ്രിൽ കൊണ്ടാണ്. ഈ മയോ ഫൈബ്രിലിനകത്ത് ആക്റ്റിനും മയോസിനും ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അവ രണ്ട് ടൈപ്പ് ബാൻഡ്സ് ആണ് ഉണ്ടാക്കുന്നത്. ഒരു ലൈറ്റ് ബാൻഡ്, അതിനെ പറയുന്ന പേരാണ് ഐസോട്രോപിക് ബാൻഡ്. പിന്നെ ഒരു ഡാർക്ക് ബാൻഡ്, അതിനെ പറയുന്ന പേരാണ് അനൈസോട്രോപിക് ബാൻഡ്. അപ്പോൾ ഈ ലൈറ്റ് ബാൻഡ് അല്ലെങ്കിൽ ഐസോട്രോപിക് ബാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ആക്റ്റിൻ കൊണ്ടാണ്. അതിനെ നമ്മൾ ഐ ബാൻഡ് എന്ന് ചുരുക്കി വിളിക്കുന്നു. അതുപോലെ തന്നെ അനൈസോട്രോപിക് ബാൻഡ് അല്ലെങ്കിൽ എ ബാൻഡ് അല്ലെങ്കിൽ ഡാർക്ക് ബാൻഡ്, ആ ഡാർക്ക് സ്ട്രയേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് ആരുകൊണ്ടാണ്? മയോസിൻ എന്ന മറ്റൊരു പ്രോട്ടീൻ കൊണ്ടാണ്. അപ്പോൾ ഈ ഐ ബാൻഡ് അല്ലെങ്കിൽ ആക്റ്റിനാണ് തിൻ ഫിലമെൻ്റ് എന്ന് നമ്മൾ വിളിക്കുന്നു, മയോസിനാണ് തിക്ക് ഫിലമെൻറ്റ്. ഇനി ഇവിടെ മാറിപ്പോകാൻ ചാൻസ് ഉള്ള ഒരു കാര്യമുണ്ട്. എ ബാൻഡ് എന്ന് പറയുമ്പോൾ കുട്ടികൾ ചിലപ്പോൾ വിചാരിക്കും എ ബാൻഡാണ് ആക്റ്റിൻ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത്. അല്ല, എ ഫോർ ആക്റ്റിൻ അല്ല, എ ഫോർ അനൈസോട്രോപിക് ബാൻഡ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ആക്റ്റിൻ അഥവാ തിൻ ഫിലമെൻറ്റും മയോസിൻ അഥവാ തിക്ക് ഫിലമെൻറ്റും എങ്ങനെയാണ് മസിലിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് ഈ ചിത്രം വരയ്ക്കാൻ ചോദിക്കാം. വളരെ സിംപ്ലിഫൈഡ് ഒരു ഡയഗ്രമാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ മിഡിലിൽ തിക്ക് ലൈൻ കാണാം. ഇവിടെ നിങ്ങൾ വളരെ തിക്കായിട്ടുള്ള ലൈൻസ് സെൻറ്ററിൽ വരയ്ക്കുക. ഒരു 5 എണ്ണം വരച്ചു. ഓക്കെ, ഇതിനെ കണക്ട് ചെയ്തിട്ട് ഒരു സെൻട്രൽ ലൈനുണ്ട്, ഒരു ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്. ഇതിൻ്റെ പേരാണ് എം ലൈൻ. അപ്പോൾ ഇത് തിക്കാണോ തിന്നാണോ? ഇത് തിക്കല്ലേ. അപ്പോൾ ഈ തിക്ക് ബാൻഡ് ആകുമ്പോൾ നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം? എ ബാൻഡ് അല്ലേ. ഈ എ ബാൻഡ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? മയോസിൻ ഫിലമെൻറ്റ്സ് കൊണ്ടാണ് ഈ എ ബാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഈ എ ബാൻഡിൻ്റെ രണ്ട് വശത്തായിട്ട് നമുക്ക് ഐ ബാൻഡ് അല്ലെങ്കിൽ ആക്റ്റിൻ ഫിലമെൻറ്റ്സ് വരയ്ക്കാം. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ ഐ ബാൻഡിൻ്റെ എഡ്ജ് ഈ എ ബാൻഡിൻ്റെ അഗ്രഭാഗവുമായിട്ട് കുറച്ചൊരു ഓവർലാപ്പിംഗ് ഉണ്ട് അല്ലേ. ഇനി ഇവിടെ നിങ്ങൾ ഓൾട്ടർനേറ്റ് ആയിട്ടും കൂടി ഒരു ബാൻഡ് കാണിക്കുക. ഇതും എ ബാൻഡ് തന്നെ, ആക്റ്റിനാണ്, തിൻ ഫിലമെൻറ്റ്. ഇനി ഇത് കണക്ട് ചെയ്തിട്ട് ഒരു സിഗ്സാഗ് ലൈൻ ഇവിടെയും ഉണ്ട്. അപ്പോൾ എ ബാൻഡിനെ കണക്ട് ചെയ്ത് സിഗ്സാഗ് ലൈനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? എം ലൈൻ എന്ന് വിളിച്ചു. ഇവിടെ ഐ ബാൻഡ്, ഇതെന്താണ്? ഐ ബാൻഡ് അല്ലെങ്കിൽ ഐസോട്രോപിക് ബാൻഡ്, അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ആക്റ്റിൻ ഫിലമെൻ്റ് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു കണക്റ്റീവ് ടിഷ്യൂ ലൈനെ നമ്മൾ എന്ത് പറയും? സി ലൈൻ. അപ്പോൾ ഇവിടെ ഒരു സി ലൈൻ ഉണ്ട്, ഇവിടെ എന്തുണ്ട്? ഒരു സി ലൈൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ സി ലൈനിൽ നിന്ന് ഈ സി ലൈൻ വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ സാർക്കോമിയർ എന്ന് വിളിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ സെല്ലിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ട്രില്യൺസ് ഓഫ് സെൽസ് ഉണ്ട്. പക്ഷേ ഓരോ സെല്ലും അതിൻ്റേതായ പ്രവർത്തനങ്ങൾ ചെയ്താണ് ഏകോപിപ്പിച്ച് നമ്മളെ ഒരു ജീവനുള്ള ഓർഗാനിസമായിട്ട് നിലനിർത്തുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കിഡ്നി നോക്കൂ, എത്ര നെഫ്രോൺസ് ഉണ്ട്? മില്യൺസ് ഓഫ് നെഫ്രോൺസ് ഉണ്ട്. അവർ ഓരോരുത്തരും പണിയെടുത്തിട്ടാണ് നമ്മുടെ കിഡ്നിയിൽ ഫിൽട്ടറിങ് നടക്കുന്നത്. അതുകൊണ്ടാണ് സെല്ലായാലും നെഫ്രോൺ ആയാലും നമ്മൾ എന്ത് വിളിക്കും? സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ബോഡി എന്ന സെല്ലിനെ വിളിക്കും, അല്ലെങ്കിൽ കിഡ്നി എന്ന്, അല്ലെങ്കിൽ ഫിൽട്രേഷൻ എന്ന് നമ്മൾ നെഫ്രോണിനെ വിളിക്കും. അതുപോലെ നമ്മുടെ മസിൽ കോൺട്രാക്റ്റ് ചെയ്യുക, റിലാക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് മൂവ്മെൻറ്റ് സാധ്യമാകുന്നത് അല്ലേ. അപ്പോൾ ആ മസിൽ കോൺട്രാക്റ്റ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതിലെ ഓരോ സാർക്കോമിയറും കോൺട്രാക്റ്റും റിലാക്സും ചെയ്യുകയാണ്. അപ്പോൾ ഏറ്റവും ചെറിയ യൂണിറ്റ് ഓഫ് കോൺട്രാക്ഷൻ ഇവിടെ ഏതാ വരുന്നത്? സാർക്കോമിയർ. അതുകൊണ്ടാണ് സാർക്കോമിയറിനെ നമ്മൾ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കോൺട്രാക്ഷൻ, ഒരു കോൺട്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു സാർക്കോമിയറിൻ്റെ അകത്ത് വെച്ചിട്ടാണ് നമ്മളത് പറയുന്നത്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് ഓഫ് കോൺട്രാക്ഷൻ എന്താണ്? സാർക്കോമിയർ. സാർക്കോമിയർ എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? രണ്ട് സി ലൈൻ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്, ഒരു സി ലൈൻ മുതൽ ഒരു സി ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഇനി ഈ സി ലൈൻസ് രണ്ടും ചേർന്ന് വന്നാൽ കോൺട്രാക്ഷൻ, സി ലൈൻസ് അകന്നു പോകുമ്പോൾ റിലാക്സേഷൻ. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം സാർക്കോമിയറിൻ്റെ സ്ട്രക്ചർ. ആദ്യം മധ്യഭാഗത്തായിട്ട് തിക്ക് ബാൻഡ് അല്ലെങ്കിൽ എ ബാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത് മയോസിൻ കൊണ്ട്. ഇരുവശങ്ങളിലായിട്ട് ഐ ബാൻഡ് അല്ലെങ്കിൽ ഐസോട്രോപിക് ബാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ആക്റ്റിൻ കൊണ്ട്. ആക്റ്റിനും രണ്ട് വശത്തും മയോസിൻ്റെ അഗ്രഭാഗത്ത് അത് ഓവർലാപ്പിംഗ് വരുന്നുണ്ട്. ആ ആക്റ്റിനെ മയോസിനെ കണക്ട് ചെയ്തിരിക്കുന്ന ബാൻഡിനെ എം ലൈൻ എന്നും ആക്റ്റിനെ പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ലൈനിനെ സി ലൈൻ എന്നും വിളിക്കും. രണ്ട് സി ലൈനിനിടയ്ക്കുള്ളതാണ് സാർക്കോമിയർ. ഇനി ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടി നോക്കാം. ഇവിടെ എല്ലാം ഓവർലാപ്പിംഗ് വന്നു, പക്ഷേ ഇത്രയും ഭാഗത്ത് ഓവർലാപ്പിംഗ് ഇല്ല അല്ലേ. അപ്പോൾ ഓവർലാപ്പിംഗ് ഇല്ലാത്ത ഭാഗത്തിന് നമ്മളൊരു പേര് വിളിക്കും, എച്ച് സോൺ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളൊരു സാർക്കോമിയറിൻ്റെ സ്ട്രക്ചറിൽ പഠിക്കേണ്ടത്.
ഇത് നന്നായിട്ട് മനസ്സിലായാലേ നമുക്ക് മസിൽ കൺട്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ.